എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ലെസന്റെ പുതിയൊരു സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് NCF 2005 ബന്ധപ്പെട്ട MCQs ആണ്. അപ്പോൾ NCF 2005 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ 2023 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് കൂടി ഇതിനോടൊപ്പം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ സെക്ഷൻ്റെ ലാസ്റ്റ് ഞാൻ 2005 2023 കൂടി ഉൾപ്പെടുത്തിയ ഒരു കമ്പാരിസൺ കൂടി പറയുന്നുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് 2005 2023 മനസ്സിലാകും. അപ്പോൾ പഠിക്കാൻ അത് എളുപ്പവും കൂടിയായിരിക്കും. ഓക്കെ, അപ്പം അധികം നീട്ടുന്നില്ല, ചോദ്യത്തിലേക്ക് കടക്കാം. NCF 2005 was developed by A. UGC, B. NCERT, C. NCTE, D. AICTE. ഈ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ആരാണ് NCF 2005 ഡെവലപ്പ് ചെയ്തത്? സംശയമൊന്നും വേണ്ട, NCERT ആണ് അല്ലേ? NCERT, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, അതാണ് NCERTയുടെ ഫുൾ ഫോം. അത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. NCERTയുടെ ഫുൾ ഫോം നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അപ്പോൾ NCERT ആണ് NCF 2005 ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫോർത്ത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്? 4ാമത്തെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ NCF 1988, ബി NCF 2000, സി NCF 2005, ഡി NCF 1975. അപ്പോൾ നോക്കിക്കേ, 4ാമത്തത് ഏതാണ്? അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ആദ്യത്തെ ഒന്ന് പറയാം. ആദ്യത്തെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് 1975 ഫസ്റ്റ്. സെക്കൻഡ് 1988 തേർഡ് 2000 ഫോർത്ത് 2005 ഫിഫ്ത്ത് 2023 ഓക്കെ, അപ്പോൾ 5 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തേത് 1975, പിന്നെ രണ്ടാമത് വരുന്നത് 1988, മൂന്നാമത്തതാണ് NCF 2000, നാലാമത്തതാണ് NCF 2005, അഞ്ചാമത്തതാണ് NCF 2023. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് 4ാമത്തത് ഏതാണ്? NCF 2005 ആണ് ആൻസർ. NCF 2005. ഓക്കെ, ദ മെയിൻ എയിം ഓഫ് NCF 2005 ഈസ് ടു മേക്ക് എഡ്യൂക്കേഷൻ. എന്താണ് NCF 2005 മെയിൻ എയിം, പ്രധാന ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ എ ടീച്ചർ സെന്റേർഡ്, ബി ബുക്ക് സെന്റേർഡ്, സി ചൈൽഡ് സെന്റേർഡ്, ഡി എക്സാം സെന്റേർഡ്. ഇതൊക്കെ നമുക്ക് എളുപ്പമാണ് അല്ലേ? എന്തായിരിക്കും? ചൈൽഡ് സെന്റേർഡ് ആണ് അല്ലേ? ആൻസർ ഏതാണ്? ചൈൽഡ് സെന്റേർഡ്. അപ്പോൾ 2005 എഡ്യൂക്കേഷനെ മികവുറ്റതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള NCFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ ചൈൽഡ് സെന്റേർഡ് ആയിരിക്കണം, ശിശു കേന്ദ്രീകൃതമായിരിക്കണം. ഓപ്ഷൻ സി ആണ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ലേണിംഗ് വിതൗട്ട് ബേർഡൻ ഈസ് എ കീ ഐഡിയ ഓഫ്. എന്തിൻ്റെ കീ ഐഡിയ ആണ് ലേണിംഗ് വിതൗട്ട് ബേർഡൻ എന്ന് പറയുന്നത്? ഓപ്ഷൻസ് നോക്കാം. എ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, ബി NCF 2005, സി RTE ആക്ട് 2009 ആൻഡ് ഡി NCF 1988. എന്തായിരിക്കും? ഏതിൻ്റെതായിരിക്കും? ലേണിംഗ് വിതൗട്ട് ബേർഡൻ ഈസ് എ കീ ഐഡിയ ഓഫ് എന്തിൻ്റെതാണ്? ബി, ഓപ്ഷൻ ബി ആണ് ആൻസർ, NCF 2005 ഇല്ലേ? എന്താണ് ഈ ലേണിംഗ് വിതൗട്ട് ബേർഡൻ എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് NCF 2005 വന്നത് തന്നെ അല്ലേ? ലേണിംഗ് വിതൗട്ട് ബേർഡൻ റിപ്പോർട്ട് 1993 ആ റിപ്പോർട്ട്. അപ്പോൾ ആ റിപ്പോർട്ടും കൂടി നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ലേണിംഗ് വിതൗട്ട് ബേർഡൻ റിപ്പോർട്ട് 1993. അതോടൊപ്പം തന്നെ നമ്മുടെ SSA സർവശിക്ഷാ അഭിയാൻ, അതേപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 ഒക്കെ ഈ NCF 2005 രൂപീകരണത്തിന് കാരണമായിട്ടുണ്ട്. എങ്കിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ലേണിംഗ് വിതൗട്ട് ബേർഡൻ എന്നുള്ള ആ ഒരു റിപ്പോർട്ടാണ്. ഓക്കെ, 1993 ആണ് അതിൻ്റെ ഇയർ എന്ന് പറയുന്ന ആ റിപ്പോർട്ടിൻ്റെ ലേണിംഗ് വിതൗട്ട് ബേർഡൻ. അത് മനസ്സിൽ വെച്ചേക്കുക. ഓക്കെ, ഇപ്പോൾ NCF 2005. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ CCE വാസ് ഫസ്റ്റ് സജസ്റ്റഡ് ഇൻ. നമുക്കറിയാം അല്ലേ, നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയം അല്ലേ? അപ്പോൾ ഈ CCE ആദ്യമായി സജസ്റ്റ് ചെയ്തത് ഇതിനനുസരിച്ചാണ്, ഏത് പോളിസി അനുസരിച്ചാണ്? NCF 2000, ബി NCF 2005, സി NCF 1988, ഡി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ഏതാണ്? ഒരു സംശയവും വേണ്ട, എന്താണ്? NCF 2005 ആദ്യമായിട്ട് CCE സജസ്റ്റ് ചെയ്തത് നമ്മുടെ
അസസ്മെന്റ് എങ്ങനെയായിരിക്കണം സ്കൂളുകളിൽ? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആയിരിക്കണം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് NCF 2005 അനുസരിച്ചാണ്. വിച്ച് അപ്രോച്ച് ഡസ് NCF 2005 പ്രൊമോട്ട്? ഏത് അപ്രോച്ചാണ് NCF 2005 പ്രൊമോട്ട് ചെയ്യുന്നത്? ഏത് ലേണിംഗ് അപ്രോച്ച് ആണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച്, ബി കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച്, സി കോഗ്നിറ്റീവ് അപ്രോച്ച് ആൻഡ് ഡി ട്രഡീഷണൽ അപ്രോച്ച്. ഏതാണ്? കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ആണ് അല്ലേ. എന്താണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാൽ? ഓപ്ഷൻ ബി ആണ് ആൻസർ, കൺസ്ട്രക്റ്റിവിസം ആണ്. അപ്പോൾ 2005 NCF അനുസരിച്ച് പറയുന്നതെന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കണം പഠനം? കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിലായിരിക്കണം. ഏത് അപ്രോച്ചിലായിരിക്കണം? കൺസ്ട്രക്റ്റിവിസത്തിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? ലേണേഴ്സ് ആക്റ്റീവ്ലി ബിൽഡ് ദെയർ ഓൺ നോളജ് അല്ലെ. ലേണേഴ്സ് ആക്റ്റീവ്ലി ബിൽഡ് ദെയർ ഓൺ നോളജ്. ശിശുക്കൾ അല്ലെ കുട്ടികൾ അവരവരുടേതായിട്ട് ഉള്ള അറിവുകൾ എന്ത് ചെയ്യണം? നിർമ്മിച്ചെടുക്കട്ടെ. അതാണ് ഈ 2005 NCF പ്രൊമോട്ട് ചെയ്യുന്ന അപ്രോച്ച് എന്ന് പറയുന്നത്, കൺസ്ട്രക്റ്റിവിസം. Then next question, NCF 2005 gives special importance to. എന്തിനാണ് കൂടുതൽ പ്രാധാന്യം NCF 2005 കൊടുക്കുന്നത്? ഓപ്ഷൻ എ റോഡ് മെമ്മറൈസേഷൻ, ബി ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്, സി ആനുവൽ എക്സാംസ്, ഡി ടീച്ചർ ലെക്ചേഴ്സ്. എന്തിനായിരിക്കും? റോഡ് മെമ്മറൈസേഷൻ ആണോ, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിങ്ങിനാണോ, ആനുവൽ എക്സാമിനാണോ, ടീച്ചർ ലെക്ചേഴ്സിനാണോ? സംശയമൊന്നുമില്ല, നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ആൻസർ എളുപ്പത്തിൽ കിട്ടും. എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ്. ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് NCF 2005? എന്താണ്? NCF 2005 പ്രിൻസിപ്പിൾ അല്ലാത്തത്, അതിൻ്റെ തത്വങ്ങളിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. എ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ബി ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്, സി റോഡ് മെമ്മറൈസേഷൻ, ഡി ഓൺലി ഓഫ്ലൈൻ സബ്മിഷൻ. എന്തായിരിക്കും? റോഡ് മെമ്മറൈസേഷൻ ആണോ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണോ, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണോ, ഓഫ്ലൈൻ സബ്മിഷൻ ആണോ? എന്താണ്? നമുക്കറിയാം, ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം, ഒരിക്കലും ഈ റോഡ് മെമ്മറൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഉരുവിട്ട് പഠിച്ചത് ഇങ്ങനെ ഓർത്ത് വെക്കുക എന്നുള്ളതിനെ ഒരു ഇതും പ്രോത്സാഹിപ്പിക്കുന്നില്ല അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഒരു NCF 2005 പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? റോഡ് മെമ്മറൈസേഷൻ ആണ് ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, NCF 2005 ഈസ് റിലേറ്റഡ് ടു. എന്തുമായിട്ടാണ് ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? എന്തിനോട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ഹയർ എഡ്യൂക്കേഷൻ, ബി സ്കൂൾ എഡ്യൂക്കേഷൻ, സി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡി വൊക്കേഷണൽ ട്രെയിനിങ്. എന്താണ്? ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അല്ലേ, ഇന്ത്യയിലെ വിദ്യാഭ്യാസ വ്യവസ്ഥയ്ക്ക് ഒരു പ്രധാന മാർഗരേഖയാണ് ഈ NCF നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2005 റിലേറ്റ് ചെയ്തിരിക്കുന്ന എന്തിനോടാണ്? സ്കൂൾ എഡ്യൂക്കേഷൻ ആണ്. ഏതാണ്? സ്കൂൾ എഡ്യൂക്കേഷൻ. NCF 2005 ഈസ് റിലേറ്റഡ് ടു സ്കൂൾ എഡ്യൂക്കേഷൻ. ഓക്കെ ആണല്ലോ. ദെൻ 10th question, NCF 2005 laid the foundation for which policy? 2005 ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് ഏത് പോളിസിക്കാണ്, ഏത് നയത്തിനാണ് ഫൗണ്ടേഷൻ നൽകിയിരിക്കുന്നത് അല്ലേ? ഓപ്ഷൻ എ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009, ഓപ്ഷൻ ബി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, സി നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2023 ആൻഡ് ഡി എഡ്യൂക്കേഷൻ ആക്ട് 1986. ഏതായിരിക്കും? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഫൗണ്ടേഷൻ കൊടുത്തത് NCF 2005 ആണ്. ഓക്കെ. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതിൻ്റെ അടിസ്ഥാന നയം എന്ന് പറയുന്നത് ഏതാണ്? ഈ NCF 2005 ആണ്. ഓക്കെ. ക്ലിയർ ആണോ? ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ അതിനകത്തുനിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വർക്കൗട്ടിന് വേണ്ടിയിട്ട് ഇട്ടതാണ്. ഇത് പഠിച്ചിട്ട് പോവുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് NCF 2005 NCF 2023 തമ്മിലുള്ള ഒരു എന്താണ് കമ്പാരിസൺ ആണ്. അപ്പോൾ ആ കമ്പാരിസൺ കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഏകദേശം NCF 2005 23 തമ്മിൽ നല്ല സ്പഷ്ടമായിട്ട് മനസ്സിലാവും. ഇനി ഈ ഭാഗത്തുനിന്ന് ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാനും സാധിക്കും. അപ്പോൾ നോക്കാം നമുക്ക്. NCF 2005 ഇയർ ഓഫ് റിലീസ് എന്ന് പറയുന്നത് 2005 NCF 2023 റിലീസ് ചെയ്തത് 2023 അത് പറയേണ്ട ആവശ്യമില്ല അല്ലേ. ഇനി ആരാണിത് പ്രിപ്പയർ ചെയ്യുന്നത്? രണ്ടും NCERT ആണ് ഇല്ലേ, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ്. NCF 2005 ആയാലും NCF 2023 ആയാലും എന്ത് ചെയ്യുന്നത്
മീൻസ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ NCF 2023യുടെ ഒരു ബേസ്ഡ് ഓൺ NEP അത് എന്താണ് 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ അടിസ്ഥാനത്തിൽ NCERT ഫ്രെയിം ചെയ്തിരിക്കുന്നതാണ് NCF 2023 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്താണ് ഇവരുടെ പോളിസി എന്ന് പറയുന്നത്? 2005 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന്റെ പോളിസി എന്ന് പറയുന്നാൽ എന്താണ്? ലേണിംഗ് വിതൗട്ട് ബേർഡൻ. പോളിസി ഫൗണ്ടേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ലേണിംഗ് വിതൗട്ട് ബേർഡൻ, ഇല്ലേ, ഭാരമില്ലാത്ത പഠനം. അതാണ് 2005 NCFന്റെ മുഖ്യമായിട്ടുള്ള നയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ റിപ്പോർട്ട് ഓർത്തു വെക്കുക. 1993 ലേണിംഗ് വിതൗട്ട് ബേർഡൻ എന്നുള്ള അതിന്റെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി NCF എന്താണ് 2023 പോളിസി ഫൗണ്ടേഷൻ എന്താണ്? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ഏതാണ്? നാഷണൽ എഡ്യൂക്കേഷൻ 2020 എന്ന് വെച്ചാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 അനുസരിച്ചാണ് ഏത് NCF 2023 കൊണ്ടുവന്നിരിക്കുന്നത്. ലേണിംഗ് വിതൗട്ട് ബേർഡൻ റിപ്പോർട്ട് അനുസരിച്ചാണ് NCF 2005 ഫോം ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി സ്കൂൾ സ്ട്രക്ചർ നോക്കിക്കേ. 2005 NCF അനുസരിച്ച് സ്കൂളിന്റെ സ്ട്രക്ചർ എന്താണ്? 10+2 ഇപ്പൊ പോകുന്ന രീതി, അല്ലേ? എന്നാൽ NCF 2023 അനുസരിച്ച് എങ്ങനെയാണ് ഇനി പുതിയ സ്ട്രക്ചർ എന്ന് പറയുന്നത്? 5+3+3+4. നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പഠിച്ചപ്പോൾ പറഞ്ഞതാണ് ആ സ്ട്രക്ചർ 5+3+3+4. ഇനി ഏത് അപ്രോച്ചാണ് ഈ രണ്ട് NCFലും ഫോളോ ചെയ്തിരിക്കുന്നത് നോക്കാം. NCF 2005 കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചാണ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ്, ഇല്ലേ, കൺസ്ട്രക്റ്റിവിസം ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്, ഇല്ലേ? എന്നാൽ NCF 2023 എന്താണ്? എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങും മൾട്ടി ഡിസിപ്ലിനറിയുമാണ്. അനുഭവാധിഷ്ഠിത പഠനം, അതേപോലെ തന്നെ എന്താണ്? ബഹുമുഖ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ബഹുമുഖമായിട്ടുള്ള വിദ്യാഭ്യാസം, അതാണ് NCF 2023. അപ്പൊ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചാണ് NCF 2005 എങ്കിൽ NCF 2023 എങ്ങനെയാണ്? എക്സ്പീരിയൻഷ്യൽ ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള അപ്രോച്ചാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി 2005 NCFന്റെ ഫോക്കസ് എന്താണ്? മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ചൈൽഡ് സെന്റേർഡ് ആണ്, ശിശു കേന്ദ്രീകൃതമാണ്. ഓക്കെ, എന്നാൽ NCF 2023 എങ്ങനെയാണ്? കോമ്പിറ്റൻസി ബേസ്ഡ് ലേണിംഗ് ആണ്. എങ്ങനെയാണ്? കോമ്പിറ്റൻസി ബേസ്ഡ് ലേണിംഗ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. കൺസ്ട്രക്റ്റിവിസം ചോദിച്ചിട്ടുണ്ട് മുന്നേ, ചൈൽഡ് സെന്റേർഡ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഈ മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ 2005 NCFന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ചൈൽഡ് സെന്റേർഡ് ആണ്, ശിശു കേന്ദ്രീകൃതമാണ്. എന്നാൽ NCF 2023 എന്ന് പറയുന്നത് കോമ്പിറ്റൻസി ബേസ്ഡ് ലേണിംഗ് ആണ്. കോമ്പിറ്റൻസി ബേസ്ഡ് ലേണിംഗ് ആണ്. ഓക്കെ, എന്നാൽ ഇനി അസസ്മെന്റ് നോക്കാം. എങ്ങനെയായിരിക്കണം അസസ്മെന്റ് നടത്തേണ്ടത് സ്കൂളുകളിൽ? NCF 2005 അനുസരിച്ച് ഏതാണ്? CCE, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ്, ഇല്ലേ? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ്. എന്നാൽ ഇനി NCF 2023 അനുസരിച്ച് അസസ്മെന്റ് എങ്ങനെയായിരിക്കണം? ഫോർമേറ്റീവ് ആൻഡ് ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ്. ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ്, അതായത് AI സപ്പോർട്ടോട് കൂടി തന്നെ, അതും കൂടി ഒന്ന് മനസ്സിൽ വെക്കുക. ഫോർമേറ്റീവ് ആൻഡ് ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് ആൻഡ് AI ബേസ്ഡ് ആയിട്ടുള്ളതും കൂടി ആയിരിക്കും ഇനി എന്ത് വരുന്നത്? നമ്മളുടെ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലാംഗ്വേജ് എങ്ങനെയായിരുന്നു? അതായത് നമ്മൾ പഠിക്കുന്ന മാധ്യമം, അല്ലേ, അതെന്തായിരുന്നു എന്നുള്ളതാണ്. NCF 2002 അനുസരിച്ച് എന്താണ്? 3 ലാംഗ്വേജ് ഫോർമുല, ത്രിഭാഷാ പദ്ധതിയായിരുന്നു, അല്ലേ? ത്രിഭാഷാ പദ്ധതി. ലാംഗ്വേജ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ത്രിഭാഷാ പദ്ധതി, 3 ലാംഗ്വേജ് ഫോർമുല ആയിരുന്നു. എന്നാൽ NCF 2023 എങ്ങനെയാണ്? മദർ ടങ് ഉപയോഗിക്കാം, ഇല്ലേ? ഗ്രേഡ് 5 വരെ, അപ് ടു ഗ്രേഡ് 5 വരെ മദർ ടങ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ പ്രാദേശിക ഭാഷ ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം, അല്ലെ? ഇനി ടെക്നോളജി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? NCF 2005 ടെക്നോളജിയുടെ കാര്യത്തിൽ വളരെ ലിമിറ്റഡ് ആയിരുന്നു. ലിമിറ്റഡ് ഫോക്കസ് ആണ് ടെക്നോളജിക്ക് കൊടുത്തിരുന്നത്. എന്നാൽ NCF 2023 അനുസരിച്ച് സ്ട്രോങ് ഫോക്കസ് ഓൺ ഡിജിറ്റൽ ലേണിംഗ്. മനസ്സിലായോ? സ്ട്രോങ് ഫോക്കസ് ആണ്, അതായത് ഡിജിറ്റൽ ലേണിംഗ് അല്ല, ടെക്നോളജിക്ക് വളരെ അധികം പ്രാധാന്യം NCF 2023 കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പറയാറുള്ള AI ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഈ ഓഡിയോ വിഷ്വൽ എയ്ഡുകളുടെ എല്ലാം വർദ്ധിച്ചിട്ടുള്ള ഉപയോഗങ്ങൾ, ഇതെല്ലാം ഒരുപാട് ഇത്തരം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇതാണ് NCF 2023 എന്ന് പറയുന്നത്. ദെൻ മെയിൻ ഫോക്കസ് ഓഫ് NCF 2005
എന്താണ് ഓരോ 2005 NCFന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് റെഡ്യൂസിങ് ലേണിംഗ് ബേർഡൻ അല്ലേ, കുട്ടികളുടെ പഠനഭാരം കുറയ്ക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇല്ലേ, വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനും നമ്മുടെ NCF 2005ന്റെ ഒരു മെയിൻ ഫോക്കസ് ആണ് ഇല്ലേ. എന്നാൽ NCF 2003യുടെ മെയിൻ ഫോക്കസ് എന്താണെന്ന് ചോദിച്ചാൽ മെയിനായിട്ട് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. എന്താണ് സ്കിൽ ഡെവലപ്മെന്റിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ വൊക്കേഷണൽ ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, എന്താണ് വൊക്കേഷണൽ ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നെ എന്താണ് വൊക്കേഷണൽ ടെക്നിക്കൽ ഇതിന് എഡ്യൂക്കേഷന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഉൾച്ചേർന്നുള്ള വിദ്യാഭ്യാസം അതല്ലേ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പൊ ഇതിനും പ്രാധാന്യം കൊടുത്തിരിക്കുന്നതാണ് ഇവിടുത്തെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ 2005ലെയും 2023ലെയും എന്താണ് NCFുമായി ബന്ധപ്പെട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സംഭവം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. നന്നായിട്ട് എക്സാം എഴുതുക, നമ്മുടെ ജോലി കൈക്കലാക്കി തന്നെ നിങ്ങൾ വരിക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.